രണ്ട് കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്നത് ഒരു പച്ചക്കറിത്തോട്ടത്തിനരികിലൂടെയായിരുന്നു. ഒരു ദിവസം പച്ചക്കറിത്തോട്ടത്തിനരികിലെത്തിയപ്പോൾ ആ തോട്ടത്തിൽ ഒരു തക്കാളിച്ചെടിയിൽ മനോഹരമായ രണ്ട് തക്കാളികൾ പഴുത്തു നിൽക്കുന്നത് അവർ കണ്ടു. രണ്ടുപേരും ഓരോ തക്കാളികൾ വീതം പറിച്ചെടുത്ത് വീട്ടിലേക്ക് പോയി. ഒന്നാമത്തെ കുട്ടിയുടെ അമ്മ ആ തക്കാളി പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോഷ്ടിച്ച സാധനങ്ങൾ ഭക്ഷിച്ചാൽ നിനക്ക് പഠിച്ച് വലിയ ആളാകാൻ കഴിയില്ല. രണ്ടാമത്തെ കുട്ടിയുടെ അമ്മ, നിനക്ക് ഈ തക്കാളി എവിടെ നിന്ന് കിട്ടി? കുട്ടി, ഇത് പച്ചക്കറി തോട്ടത്തിൽ നിന്നും പറിച്ചതാണ്. ആരെങ്കിലും കണ്ടോ നീ പറിക്കുന്നത്? കുട്ടി, ഇല്ല. എങ്കിൽ ഇങ്ങത്താ, നിനക്ക് ഞാൻ ഇതുകൊണ്ട് കറി വച്ച് തരാം. വർഷങ്ങൾക്ക് ശേഷം ഒന്നാമത്തെ കുട്ടി ഒരു ജഡ്ജിയായി. ഒരു ദിവസം ജഡ്ജിയുടെ മുമ്പിൽ ഒരു കൊടും മോഷ്ടാവിനെ വിധി പറയുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. ജഡ്ജി അയാളെ കണ്ടപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായി, ഇത് തൻ്റെ കൂടെ ചെറുപ്പത്തിൽ തക്കാളി മോഷ്ടിച്ച കൂട്ടുകാരനാണെന്ന്. ജഡ്ജി അയാളോട് ചോദിച്ചു, ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം പറയാനുണ്ടോ? അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. അമ്മയെ വിളിച്ചു വരുത്തി. അയാൾ അമ്മയുടെ ചെവി കടിച്ചു പറിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അന്ന് ഞാൻ തക്കാളി മോഷ്ടിച്ചപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് നിരുത്സാഹപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇന്നെനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. പ്രിയരെ, നമ്മുടെ മക്കൾ നമ്മുടെ ചെവി കടിച്ചു പറിക്കാതിരിക്കാൻ, നമ്മെ പഴിക്കാതിരിക്കാൻ, നമ്മെ തൊഴിക്കാതിരിക്കാൻ കുഞ്ഞുനാളിലെ അവരെ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക, നല്ല സ്വഭാവങ്ങൾ ശീലിപ്പിക്കുക. താങ്ക് യു.